ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വരുന്ന സ്റ്റുഡൻസ്, യു കെയിൽ ഇപ്പോൾ വരുന്ന സ്റ്റുഡൻസ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ല എപ്പോഴാണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ഒരു കൺട്രിയിലേക്ക് വരുമ്പോൾ അവിടെ ജോലി നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട്, പാർട്ട് ടൈം ജോബ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി ഇങ്ങനെ കയറി നടന്ന് പല സ്ഥലങ്ങളിലും അന്വേഷിച്ചാലൊക്കെ കിട്ടുള്ളൂ. ആ കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാനും അതേപോലെ വന്ന സമയത്ത് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി സ്ഥലത്ത് കയറി ഇറങ്ങി നടന്ന് ചോദിച്ചിട്ടുണ്ട് ജോലിക്ക് വേണ്ടിയിട്ട്. കെയർ ഹോമുകളിലാണെങ്കിലും അതുപോലെ തന്നെ ഷോപ്പുകളിലാണെങ്കിലും പിന്നെ ഹോട്ടലുകൾ, ഇങ്ങനെ നമുക്ക് ജോലി കിട്ടാൻ എളുപ്പമുള്ള സ്ഥലങ്ങളിലെല്ലാം, ജോലി സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മളതിനെ കയറി നടന്ന് ചോദിക്കുക ചെയ്യുക സാധാരണ ഇവിടെ. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ നമുക്ക് ജോലി തരാൻ വേണ്ടിയിട്ട് അവർ പരിഗണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മെയിനായിട്ട് ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു ഈ വീഡിയോയിലൂടെ. അതായത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി, ഇങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് അവസാനം ഒരു കെയർ ഹോമിൽ ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്ന കേട്ടു, ഞാൻ നേഴ്സാണ്, ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാണ്, എനിക്കൊരു കെയറർ ജോലി ഇവിടെ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള എല്ലാ ജോലികൾക്കും ഓവർ ക്വാളിഫിക്കേഷൻസ് ആ ജോലി കിട്ടാതിരിക്കാൻ നിങ്ങൾക്ക് കാരണമായേക്കാം. അതായത്, നിങ്ങൾ പറയുമ്പോൾ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊന്നും ആദ്യമേ ചെന്ന് പറഞ്ഞിട്ട് ജോലി ചോദിച്ചാൽ ഇവിടെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ചെറിയ ജോലികൾ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ടഫാണ്, നല്ല പാടാണ്. അപ്പോൾ അത് ഒരു പ്രത്യേകിച്ച് കെയറർ ജോലി, ഇപ്പോൾ നേഴ്സാണ് അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് കെയറർ ജോലി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും പറയും, നിങ്ങൾ ഓവർ ക്വാളിഫൈഡ് ആണ്, സോ ഞങ്ങൾക്ക് ജോലി തരാൻ പറ്റില്ല എന്നാണ് പറയാം. അപ്പം അങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ ജോലിയൊക്കെ അന്വേഷിച്ചിറങ്ങുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ള ജോലികളൊക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ പൊസിഷനിലൊക്കെ ഉള്ളവരാണെങ്കിൽ ആദ്യമേ കയറി ചെന്ന് ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ജോലി തരുമോ അങ്ങനെ ചോദിക്കരുത്. ആദ്യം നമ്മളെ ഒന്ന് മീൻസ് അവരോട് പറയാം, ഞാൻ ജോലി അന്വേഷിച്ച് വന്നതാണ്, സോ ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ, എനിക്ക് ചെയ്യാൻ പറ്റും, എന്ത് ജോലി വേണേലും ഞാൻ ചെയ്യാം, എന്തെങ്കിലും ജോലി എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ, അങ്ങനെ ചോദിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ, പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരൊക്കെയാണ് വന്ന് ഡോർ ഓപ്പൺ ചെയ്ത് നമ്മളോട് സംസാരിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നതെങ്കിൽ അവർക്കൊക്കെ അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഇഷ്ടമെന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു. സോ പിന്നീട് നമ്മൾ മാനേജറുമായിട്ടല്ലേ നമ്മുടെ ക്വാളിഫിക്കേഷൻ